Good afternoon to all. Okay, and welcome to all. ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് നോർസെറ്റ് എക്സാമിനെ കുറിച്ചും ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പ്ലസ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് അപ്കമിങ് വേക്കൻസീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇയർലി ഒരുപാട് ജോബ് നമുക്ക് ഓഫർ ചെയ്യുന്ന ഒന്നാണ് നോർസെറ്റ് എക്സാം, ദറ്റ് ഇസ് നഴ്സിംഗ് ഓഫീസേഴ്സ് റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്. ഇപ്പം പ്രീവിയസ്ലി ആയിരുന്നെങ്കിൽ സെപ്പറേറ്റ് എയിംസ് ആയിരുന്നു അവർ എക്സാം കോൾ ഫോർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എയിംസ് ക്ലബ് ചെയ്ത് ഒരൊറ്റ എക്സാം ആക്കി നോർസെറ്റ്. ഇപ്പൊ അതിൽ കുറച്ചും കൂടി മോഡിഫിക്കേഷൻസ് അവർ വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് 2 എക്സാം ആയിട്ടാണ്, ഒരു പ്രിലിമിനറി ടെസ്റ്റ് പ്ലസ് ഒരു കോമൺ ടെസ്റ്റ് ആയിട്ടാണ്. അപ്പൊ ഈ പ്രിലിമിനറി ടെസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 80% ഫ്രം ആ നഴ്സിംഗ് റിലേറ്റഡ് ടോപ്പിക്സ്, ദെൻ 20 ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ടുള്ള നമ്മുടെ ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ആ ഏരിയൽസ്, കമ്പ്യൂട്ടർ നോളജ്, അതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന കുട്ടികൾക്ക് they'll go to the next step, that is the main exam. അപ്പൊ മെയിൻ എക്സാമിന്റെ ഒരു പ്രത്യേകത, അപ്പൊ ഈ ഇയർ മുതലാണ് അവരത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ മെയിൻ എക്സാം വരുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ 100 ക്വസ്റ്റ്യൻസ് ഫ്രം ആ നഴ്സിംഗ് സബ്ജക്ട്സ് ആണ്. പക്ഷെ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചും കൂടി അവരതിൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ ഒരു നഴ്സിംഗ് സ്കിൽസ്, നഴ്സിംഗ് കോമ്പിറ്റൻസി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പ്ലസ് 4 ആൾട്ടർനേറ്റീവ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. അപ്പം ഇനി മുതൽ തന്നെ നിങ്ങൾ വളരെ ഇന്റൻസീവ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു തിയറി ബേസ് ഒന്ന് റെഡിയാക്കുകയാണ്. അതുപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് പഠിച്ചാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ദ എക്സാം ഇൻ 2023. ഇനിയിപ്പോൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ഇൻ 2024. ഓക്കെ, സോ ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് എക്സാംസ്. സോ ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So the first question is, you have a new admission. While performing a head-to-toe assessment on your patient, you note the following wound. Okay, you can see here the picture. Okay, you can see the picture here. Then on the patient right heel, you document this as A, stage 1 pressure injury, B, stage 3 pressure injury, C, unstable, then D, deep tissue injury, and E, stage 2 pressure injury. So you can see the picture. നമുക്ക് ഈ ഒരു പിക്ചർ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് പ്രഷർ അൾസർ അല്ലെങ്കിൽ പ്രഷർ ഇഞ്ചറി എന്ന ഒരു ടോപ്പിക്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഇമേജ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ ഏത്, ആസ് എ നേഴ്സ് നിങ്ങൾ എങ്ങനെ അത് ഡോക്യുമെന്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഏതായിരിക്കാം നിങ്ങളുടെ ആൻസർ? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഡിസ്ട്രാക്ടേഴ്സ് എന്ന് പറയും. ശരിക്കും അത് നമ്മളെ വളരെയധികം ഡിസ്ട്രാക്ട് ചെയ്യിക്കും. അതുപോലെ രീതിയിലുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു തറോ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ആൻസേഴ്സ് സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് എ, that answer is E, that is stage 2 pressure injury. ഓക്കെ, അപ്പൊ ഈ സ്റ്റേജ് 2 പ്രഷർ ഇഞ്ചുറി അതിന്റെ സ്റ്റേജസ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ബിഫോർ ഡീലിംഗ് വിത്ത് ദ സ്റ്റേജസ് ഓഫ് പ്രഷർ ഇഞ്ചുറി, സോ ദ ഫസ്റ്റ് വൺ, സോ ബിഫോർ ദാറ്റ് വാട്ട് ഈസ് പ്രഷർ ഇഞ്ചുറി? നമ്മള് ബെഡ് സോർ അല്ലെങ്കിൽ നമ്മളെ ഡെഗ്യൂബിറ്റസ് അൾസർ അല്ലെങ്കിൽ എന്താണ് പ്രഷർ സോർ, പ്രഷർ അൾസർ എന്നൊക്കെയാണ് നമ്മളെ വിളിക്കുക. സോ ആക്ച്വലി വി ആർ സപ്പോസ് ടു ഡിഫൈൻ ഇറ്റ് ആസ് പ്രഷർ ഇഞ്ചറി. നമ്മൾ അതിനെ പ്രഷർ ഇഞ്ചറി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പറയുന്ന മറ്റ് സിനോണിംസ് ആണ് ഈ പ്രഷർ അൾസർ അല്ലെങ്കിൽ പ്രഷർ സോർ, ഡെഗ്യൂബിറ്റസ് അൾസർ, ബെഡ് സോർ എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. സോ ബിഫോർ ദാറ്റ് നമ്മൾ എന്തറിയണം? ലെയേഴ്സ് ഓഫ് സ്കിൻ അറിയണം.
നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്കിൻ റിലേറ്റഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ ലെയേഴ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി സ്റ്റഡി ദ സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസർ. ക്ലിയർ? അപ്പൊ അവിടെ എന്താണ് നമുക്കറിയാം, സ്കിന്നിനെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയാം. സോ വാട്ട് യു മീൻ ബൈ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്? എന്താണ് നമ്മൾ പറയില്ലേ, സകലകലാ വല്ലഭൻ എന്നൊക്കെ പറയില്ലേ? സോ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഒരു സകലകലാ വല്ലഭനാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഒരു ഒന്ന് വിളിക്കുന്നതാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന്. നമുക്കറിയാം ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ബോഡി. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഈ അനാട്ടമി അല്ലെങ്കിൽ ഇതുപോലുള്ള പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു സ്കീമാറ്റിക്കലി ഓർഗനൈസ് ചെയ്ത് എഴുതി വെക്കാം. ഒരുപാട് വലിയ പോയിന്റ്സ് അല്ലെങ്കിൽ വാരി വലിച്ചെഴുതാതെ ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന പോയിന്റ്സ് ഒന്ന് നിങ്ങൾ വേറെ കളർ പെൻ ഉപയോഗിച്ചോ അല്ല അണ്ടർലൈൻ ചെയ്തോ വരച്ചൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ, നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ പഠിക്കാനും ഈസി ആയിരിക്കും. റിവൈസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഇവിടെ സ്കിൻ നമുക്കറിയാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ്സ് എ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് എ ബോഡി and it consists of 3 layers. അതുപോലെ തന്നെ ഈ ലെയേഴ്സ് ചോദിക്കാറുണ്ട്. So the first layer, that is epidermis, dermis, hypodermis. Okay, then hypodermisനെ നമുക്ക് പറയാം subcutaneous layer അല്ലെങ്കിൽ supportive layer എന്നൊക്കെ നമുക്ക് hypodermisനെ വിളിക്കാം. Clear? The next one, epidermis. ഇവിടെ എപ്പിഡെർമിസ് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ലെയർ ആണ്, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി സ്കിൻ. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ തൊടുമ്പോൾ നമ്മൾ എവിടെയാ തൊടുന്നത്? സോ ദാറ്റ് നമ്മുടെ എപ്പിഡെർമിസിലാണ് അല്ലെ? ഇപ്പം കൺഫ്യൂഷൻ ഉള്ളവർ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക, നമ്മൾ തൊടുന്നത് എവിടെയാണ്? എപ്പിഡെർമിസിലാണ്. സോ ദിസ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് സ്കിൻ. സോ then it is forms from ectoderm. നമ്മുടെ എക്ടോഡേമിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പൊ അവിടെ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞോളട്ടെ. ഈ എക്ടോഡേം അല്ല എൻഡോഡേം, അതായത് മീസോഡേം നമുക്കറിയാം അല്ലെ, നമ്മുടെ ജേം ലെയേഴ്സ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഡിറൈവേഷൻ വരുന്ന ഓർഗൻസ് അല്ലെങ്കിൽ ജേം സെൽ ഡിറൈവേഷൻ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. നമ്മൾ അപ്കമിംഗ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യും. Then ഈ epidermis consists of 5 layers. അപ്പൊ നിങ്ങൾ ജസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഡൗൺ സ്കിൻ എന്ന് എഴുതുക. അതിനുശേഷം 3 എന്താണ് ലാർജസ്റ്റ് ഓർഗൻ സൈഡിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ദെൻ യു ഹാവ് ടു റൈറ്റ് എപ്പിഡെർമിസ് എഴുതുക, ഔട്ടർ മോസ്റ്റ് ലെയർ. ദെൻ എന്താണ്, അതിന് 5 ലെയേഴ്സ് ഉണ്ട്. എപ്പിഡെർമിസിനെ നമ്മൾ 5 ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് സ്ട്രാറ്റം കോർണിയം. ദെൻ സെക്കൻഡ് വൺ സ്ട്രാറ്റം lucidum. Third one, stratum granulosum. Fourth one, stratum spinosum. And fifth one, stratum basal അല്ലെങ്കിൽ basal layer അല്ലെങ്കിൽ stratum germinative എന്നൊക്കെ നമുക്ക് ആ ലെയറിനെ വിളിക്കാം. ക്ലിയർ ആണല്ലോ? 5 ലെയേഴ്സ്. സോ ഈ 5 ലെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഒന്നാമത്തേത് സ്ട്രാറ്റം കോർണിയം. സോ സ്ട്രാറ്റം കോർണിയം ഈസ് ഓൾസോ നോൺ ആസ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സ്കിൻ. അപ്പൊ അത് 2 രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിങ്ങളുടെ ഓപ്ഷനിൽ പ്രൊട്ടക്റ്റീവ്, വിച്ച് വൺ ഈസ് ദ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സ്കിൻ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിൽ എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്, നൺ ഓഫ് ദി അബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ യു ക്യാൻ സെലക്ട് എപ്പിഡെർമിസ് ആസ് യുവർ ആൻസർ. ക്ലിയർ? ഇനി കുറച്ചും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ് ആൻഡ് സ്ട്രാറ്റം കോർണിയം എന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരികയാണെങ്കിൽ യു ഹാവ് ടു സെലക്ട് ദ സ്ട്രാറ്റം കോർണിയം ദാറ്റ് ഇസ് സ്പെസിഫിക് ടു ദാറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്ട്രാറ്റം കോർണിയത്തെയാണ് നമ്മൾ ആക്ച്വൽ പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ലെയർ ഓഫ് എമംഗ് ദ എപ്പിഡെർമിസ്. ക്ലിയർ? ദെൻ ദ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റം lucidum. അപ്പൊ ബ്രാക്കറ്റിൽ ജസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ എന്നൊന്ന് എഴുതി വെക്കുക. Then stratum lucidum. എന്താണ് സ്ട്രാറ്റം lucidum എന്ന് പറയുന്നത്? തിക്ക് സ്കിൻ ഉള്ളിടത്ത് പ്രസന്റ് ആയിട്ടുള്ള ലെയേഴ്സ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സോൾ അല്ലെ, കാൽപാദത്തിന്റെ അടി അവിടെയൊക്കെ എന്താണ്? തിക്ക് സ്കിൻ ആണ് അല്ലെ, കുറച്ച് നമ്മുടെ കയ്യിൽ പോലെയാണോ? സോഫ്റ്റ് അല്ലല്ലോ. അപ്പൊ അതുപോലെ തിക്ക് സ്കിൻ ഉള്ള ഏരിയാസിൽ കവർ ചെയ്തിരിക്കുന്ന ലെയർ ആണ് സ്ട്രാറ്റം lucidum. ക്ലിയർ? Then stratum granulosum. അപ്പൊ അതിലെന്താണ് ഈ സ്ട്രാറ്റം ഗ്രാനുലോസം എന്ന് പറഞ്ഞാൽ 3 to 4 ലെയേഴ്സ് ഓഫ് ഇങ്ങനെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ കോമൺ ആയിട്ട് ഈ സ്ട്രാറ്റം ഗ്രാനുലോസത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത്, സോ ദ കെരാറ്റിൻ പെർക്കസേഴ്സ് ഈസ് പ്രസന്റ് ഇൻ ദ സ്ട്രാറ്റം കോർണിയം അല്ലെങ്കിൽ കെറാറ്റോഹൈലിൻ അല്ലെങ്കിൽ കെരാറ്റിൻ പ്രസന്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിലെ ഏത് ലെയറിലാണ്? ദാറ്റ് ഈസ് സ്ട്രാറ്റം ഗ്രാനുലോസം. ക്ലിയർ ആണല്ലോ? ദ നെക്സ്റ്റ് വൺ, സ്ട്രാറ്റം സ്പൈനോസം. Stratum spinosum, that means arrangement of several cells. കുറെ cells arrange ചെയ്തിരിക്കുന്നു. Then final, that is stratum basal അല്ലെങ്കിൽ basal layer അല്ലെങ്കിൽ stratum germinative എന്ന് പറയും. This is known as the deepest layer of epidermis. So another important point, that is deepest layer of epidermis. Clear അല്ലേ?
ഡീപ്പസ്റ്റ് ലെയർ ഓഫ് എപ്പിഡെർമിസ് ചോദിച്ചിട്ടുണ്ട്. ദ ആക്ച്വൽ പ്രൊട്ടക്റ്റീവ് ലെയർ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെരാറ്റിൻ പെർക്കസൈസ് ഏത് ലെയറിലാണ് പ്രസന്റഡ് ആയിട്ടുള്ളത്, ഇതൊക്കെ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് ഡെർമിസ്. ഡെർമിസ് നെക്സ്റ്റ് ടു എപ്പിഡെർമിസ് ആണ് വരുന്നത്. എന്ത്? ഡെർമിസ്. ഡെർമിസ് നമുക്കറിയാം മിഡിൽ ലെയർ ഓഫ് സ്കിൻ ആണ്. dermis is again divided into two, that is stratum papillorosum and stratum reticulosum. Clear? Stratum papillorosum and stratum reticulosum. But stratum papillorosum, it is directly contact with the epidermis. Okay. എപ്പിഡെർമിസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത്, അതായത് എപ്പിഡെർമിസ് നെക്സ്റ്റ് ടു എപ്പിഡെർമിസ് വരുന്ന നെക്സ്റ്റ് ലെയർ ഓഫ് ഡെർമിസ് ആണ് സ്ട്രാറ്റം പാപ്പിലോറിസം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്ട്രാറ്റം റെറ്റിക്കുലോസം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റം റെറ്റിക്കുലോസം? എന്താണ് സ്ട്രാറ്റം റെറ്റിക്കുലോസത്തിന്റെ ഇമ്പോർട്ടൻസ്? കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെർവ് എൻഡിങ്സ്, ഡിഫറെന്റ് നെർവ് എൻഡിങ്സ്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്, oil glands, sweat glands, collagen, so all these things which comprises in this layer of skin. നമ്മുടെ ഡെർമിസിലെ സ്ട്രാറ്റം റെറ്റിക്കുലോസത്തിലാണ് ഈ തിങ്സ് എല്ലാം, അല്ലെങ്കിൽ ഈ ബ്ലഡ് വെസൽസ്, ഓയിൽ ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, കൊളാജൻ, നെർവ് എൻഡിങ്സ് ഒക്കെ എന്താണ് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മുടെ പ്രീവിയസ് KPSC, കേരള PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് ഹൈപ്പോഡെർമിസ്? സോ ദ നെക്സ്റ്റ് ലെയർ ദാറ്റ് ഇസ് ഹൈപ്പോഡെർമിസ്. അപ്പൊ ഇവിടെ ഹൈപ്പോഡെർമിസിൽ എന്താണ്, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് സബ്ക്യൂട്ടിസ്. നമുക്ക് സബ്ക്യൂട്ടിസ് എന്ന് വിളിക്കാം, സബ്ക്യൂട്ടേനിയസ് ലെയർ ഓഫ് സ്കിൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ദിസ് ഇസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് സ്കിൻ ആൻഡ് മേജർ സൈറ്റ് ഓഫ് ഫാറ്റ് സ്റ്റോറേജ്. അപ്പൊ ദ മേജർ ഫംഗ്ഷൻ ഓഫ് ഹൈപ്പോഡെർമിസ് ഇസ് വാട്ട്? ദാറ്റ് ഇസ് ഫാറ്റ് സ്റ്റോറേജ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫാറ്റിനെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈപ്പോഡെർമിസ്. ക്ലിയർ? സോ which lies below the dermis, നമ്മുടെ ഡെർമിസിന്റെ താഴെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലെയേഴ്സ് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, ചിലര് എപ്പോഴും കുട്ടികളെ തെറ്റിക്കുന്നത് ഫസ്റ്റ് ലെയർ ടെൽ ദാറ്റ് ഡെർമിസ്, ചിലര് ഡെർമിസ് എപ്പിഡെർമിസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും തെറ്റിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ഉള്ളവർ നിങ്ങൾ ഓർത്ത് വെക്കുക, ഞാൻ തൊടുന്നത് എവിടെയാണ്? എപ്പിഡെർമിസ്. നിങ്ങൾ എപ്പോഴും കയ്യിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഓർക്കോ, യെസ് ദാറ്റ് ഇസ് എപ്പിഡെർമിസ്. അപ്പൊ നിങ്ങൾക്കറിയാം നെക്സ്റ്റ് ഡെർമിസ് ആൻഡ് നെക്സ്റ്റ് ടു ദാറ്റ് ഹൈപ്പോഡെർമിസ്. ക്ലിയർ? സോ ദിസ് ഇസ് ദ ലെയേഴ്സ് ഓഫ് സ്കിൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സോ വി ക്യാൻ ഡിസ്കസ് പ്രഷർ ഇഞ്ചറി. സോ വാട്ട് ഇസ് പ്രഷർ ഇഞ്ചറി? അവിടെ നമുക്കറിയാം, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രഷർ ഇഞ്ചറി ദാറ്റ് ഇസ് ഇഞ്ചറി ടു സ്കിൻ ആൻഡ് ടിഷ്യൂ, അല്ലെ? ഡ്യൂ ടു പ്രഷർ ആവാം, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആവാം. ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ അണ്ടർലൈൻ ടിഷ്യൂല്, അല്ലെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ നമ്മുടെ ബോഡി പ്രൊമിനൻസിനെ, അല്ലെങ്കിൽ ഓൾ ദാറ്റ് ഏരിയനെ കംപ്ലീറ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒന്നാണ് പ്രഷർ ഇഞ്ചറി. സോ ജസ്റ്റ് പ്രഷർ ഇഞ്ചറി എന്ന് എഴുതിയിട്ട് യു ക്യാൻ റൈറ്റ് സിംപ്ലി ഇറ്റ്സ് എ ഇഞ്ചറി ടു സ്കിൻ ആൻഡ് ടിഷ്യൂ. അതില് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് കോമൺ റീസൺ. സോ ഇറ്റ് ഇസ് or it can be pressure or friction. അല്ലെ? ഒന്നെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള പ്രഷർ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇറ്റ്സ് മേ ബി ഡ്യൂ ടു ഫ്രിക്ഷൻ. രണ്ട് ഏരിയാസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കൊണ്ട് എന്ത് വരാം? പ്രഷർ ഇഞ്ചറി വരാം. നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് പോയിന്റ്, ദാറ്റ് ഇസ് the pressure need to close of capillary 16 to 32 mm of Hg. അപ്പൊ അതായത് എപ്പോഴാണ് നമ്മൾ പറയാണ് പ്രഷർ ഒരു കോസ് ആണ്, എന്താണ്, പ്രഷർ ഇഞ്ചറി വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ചെറിയൊരു പ്രഷർ ഒന്നും എന്ത് ചെയ്യില്ല, ഇറ്റ് വിൽ നോട്ട് കോസ് എനി ഇഞ്ചറി ടു ആ ടിഷ്യൂ. അപ്പൊ എന്താണ്, ഇഫ് ദ പ്രഷർ ഈസ് മോർ ദാൻ, അതായത് നമ്മുടെ ക്യാപ്പിലറീസ് എപ്പോഴാണ് ഒക്ലൂഡഡ് ആവുന്നത്, അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ പ്രഷർ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ ക്യാപ്പിലറി പ്രഷർ ഈസ് മോർ ദാൻ 16 to 32 mm of Hg, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം there will be a high risk of developing pressure injury. Clear? Then the duration, എത്ര നേരം ഇതുപോലെ നമ്മുടെ ക്യാപ്പിലറി ഓഫ് ആയി, അല്ലെങ്കിൽ ക്യാപ്പിലറി പ്രഷർ ഈ ഒരു 60 to 32 കൂടുതൽ പോകുന്നത് എത്ര സമയത്തേക്ക്? That is 6 to 12 hours. If it is greater than 6 to 12 hours, ഡെവലപ്പ് അൾസേഴ്സ്. അങ്ങനെയാണെങ്കിലാണ് അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് every 2 hourly we have to change the position of the patient, അല്ലെ? supine to നമ്മൾ എങ്ങനെയാണോ സൈഡ് ലൈൻ ആണോ ഏതാണോ പേഷ്യന്റിന്റെ പൊസിഷൻ, നമ്മൾ every 2 hourly we have to change the position, and every 2 hourly we have to give back care to the patient. So these 2 points are very important and significant to this പ്രഷർ ഇഞ്ചറി. ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പൊ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക.
പിന്നെ നമുക്കറിയാം കോസസ്, ഡയറക്റ്റ് കോസ്, ഇൻഡയറക്റ്റ് കോസ്, റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് ഇസ് പ്രൈമറി കോസ് ഓഫ് പ്രഷർ ഇഞ്ചറി. പ്രഷർ ഇഞ്ചറിയുടെ പ്രൈമറി കോസ് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ. എന്തൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിലും പ്രഷർ ആണ് നിങ്ങളുടെ ഓൾട്ടർനേറ്റീവ്സിൽ ഉണ്ടെങ്കിൽ യു ഹാവ് ടു സെലക്ട് പ്രഷർ. ഇനി പ്രൈമറി കോസ് എന്നില്ല, അല്ലെ കോസ് ചിലപ്പം ചോദിക്കാം കോസസ് ഓഫ് പ്രഷർ ഇഞ്ചറി, ചിലപ്പോൾ 1-2 ഇതിലെ പോയിന്റ്സ് തന്നിട്ട് ഓൾ ഓഫ് ദി അബോവ് തരാം. അല്ലെങ്കിൽ പ്രൈമറി കോസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സെലക്ട് പ്രഷർ. ക്ലിയർ? അപ്പൊ ഇതുപോലെ എഴുതി വെക്കുക. ഡയറക്റ്റ് കോസ്, ഇൻഡയറക്റ്റ് കോസ്, റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഡയറക്റ്റിൽ എന്താണ്? പ്രഷർ ആണ് പ്രൈമറി കോസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രിക്ഷൻ വരുന്നുണ്ട്, ഷിയർ, മോയിസ്ചർ, ലോസ് ഓഫ് സെൻസേഷൻ, കമ്പൈൻഡ് പാത്തോളജി, ഇതെല്ലാം കൂടി ചേർന്നിട്ടൊക്കെ എന്ത് വരാം? പ്രഷർ ഇഞ്ചറി വരാം. പിന്നെ ഇൻഡയറക്റ്റ് കോസ്, ദാറ്റ് മേ ബി മൊബിലിറ്റി പ്രോബ്ലം. ഇമ്മൊബിലിറ്റിയുടെ കേസിൽ എഡിമ ഉണ്ട്, അല്ലെങ്കിൽ കോമ, അൺഹൈജീനിക് കണ്ടീഷൻസ്, impaired circulation, poor nutrition, then other risk factors, that is incontinence of feces or urine, then mental health conditions. For example, in severe case of depression or psychotic depression, അല്ലെങ്കിൽ melancholic depression, അല്ലെങ്കിൽ severe ആയിട്ടുള്ള anorexia, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള സൈക്കാട്രിക് കണ്ടീഷൻസിലൊക്കെ പൂർ ഹൈജീനും കാര്യങ്ങളൊക്കെ വരാം, ഇമ്മൊബിലിറ്റി വരാം. അപ്പൊ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെയുള്ള പ്രഷർ ഇഞ്ചറി ഡെവലപ്പ് ചെയ്യാം. ഹെൽത്ത് കണ്ടീഷൻസ്, ഡയബറ്റീസ് മെലൈറ്റിസ്, റീനൽ ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, COPD, അതുപോലെ തന്നെ ഏജിങ് സ്കിൻ. ഓക്കെ, ഏജിങ് സ്കിൻ, ഈ കേസുകളിലൊക്കെ എന്താണ്? പ്രഷർ ഇഞ്ചറി ഡെവലപ്പ് ചെയ്യാം. ക്ലിയർ? ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പിന്നീട് അപ്കമിങ് ക്ലാസ്സസ് വരുന്നതായിരിക്കും ഫൗണ്ടേഷന്റെ ഈ പ്രഷർ ഇഞ്ചറി എന്ന ടോപ്പിക്സിൽ. പിന്നെ അറിയാം പത്തോഫിസിയോളജി. അങ്ങനെ ഇവിടെ പറയുന്നത് ആ ഒരു സ്റ്റേജസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി അതൊന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ അവിടെ വേഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലൈങ് ഡൗൺ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ലോങ് പീരീഡ് കിടക്കുകയാണ്, നമ്മൾ തന്നെ കിടന്ന് കുറച്ചു നേരം എഴുന്നേറ്റ് കഴിയുമ്പോൾ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ, സ്കിന്നിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അല്ലെ? അപ്പം if we are lying down in a particular position for a long period of time, whether it can be prone position ആയിക്കോട്ടെ, supine position ആയിക്കോട്ടെ, ഏത് പൊസിഷൻ ആയിക്കോട്ടെ, നമ്മൾ കുറെ നേരം 6 to 12 hours അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനിൽ കിടക്കുകയാണെങ്കിൽ, സോ ദാറ്റ് കോസ് ഇൻക്രീസ്ഡ് പ്രഷർ, അല്ലെ? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്മോൾ കാപ്പിലറീസ് വിൽ ഒക്ലൂഡ്, കാപ്പിലറി ഒക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് സപ്ലൈ കുറയുന്നു. സോ ആസ് എ റിസൾട്ട് ഓഫ് ബ്ലഡ് സപ്ലൈ എന്താണ്? അവിടെയുള്ള സെൽസും ടിഷ്യൂസും ഒക്കെ ഡെത്ത് ആവുന്നു. സോ ഫൈനലി ദാറ്റ് ലീഡ്സ് ടു പ്രഷർ അൾസർ. ക്ലിയർ? സിമ്പിൾ പത്തോളജി, വെരി സിമ്പിൾ പത്തോളജി ഫോർ പ്രഷർ അൾസർ. ക്ലിയർ ആണല്ലോ? ദ നെക്സ്റ്റ് വൺ, സൈറ്റ്സ്. കോമൺ ആയിട്ട് നിങ്ങൾ നോർസെറ്റ് പ്രീവിയസ് പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അറിയാം, എപ്പോഴും ചോദിക്കുന്നതാണ് കോമൺ പൊസിഷൻ അല്ലെങ്കിൽ കോമൺ സൈറ്റ് ഫോർ പ്രഷർ അൾസർ. അതിൽ ഇപ്പൊ അവര് എപ്പോഴും ചോദിച്ചു കാണുന്നത് സുപ്പൈൻ പൊസിഷനിൽ ഏതാണ് മോസ്റ്റ് സൈറ്റ്, അല്ലെങ്കിൽ പ്രോൺ പൊസിഷനിൽ ഏതാണ്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് സൈറ്റ്സും അതിന്റെ എവിടെ അല്ലെങ്കിൽ ഒരു പൊസിഷൻസിൽ ഏതൊക്കെ സൈറ്റ്സിലാണ് എന്നുള്ളതാണ്. അപ്പം സുപ്പൈൻ പൊസിഷൻ ആണെങ്കിൽ ബാക്ക്, ഒസിപിറ്റൽ റീജിയൻ ഈസ് ഹൈ പ്രൊമിനന്റ് ആണ്, സ്കാപ്പുല, അതുപോലെ തന്നെ എൽബോ, ദെൻ സാക്രം, ഹീൽസിൽ വരാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇവർക്ക് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, IBQ ആയിട്ട് ചോദിക്കും. ഇമേജ് തന്നിട്ട് ഇപ്പൊ ഇതില് മോസ്റ്റ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രൊമിനന്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഡൊമിനന്റ് പാർട്ട് ഏതാണ് പ്രഷർ അൾസർ കിട്ടുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ if the patient is lying on a prone position ആണെങ്കിൽ ടോസിൽ വരാം, knees, genitals, breast, shoulder, cheek and ear. Okay, then if the patient is in a lateral position എന്തൊക്കെയാണ്? malleolus വരാം, knee, great trochanter, ilium, shoulder region, ear, പിന്നെ side of the head വരാം. Then if the patient is in a Fowler's position, the heels will be affected, pelvic region, okay, then sacrum, vertebrae. So all areas are prominent for getting pressure injury. Clear? Stages of bed sore. On stage 1, stage 2, stage 3, stage 4, and stage unstageable and deep tissue injury. So this is recently added, these deep tissue injury. So I think sometimes you may not get from your textbooks. Okay. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേജസിൽ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത് എത്ര സ്റ്റേജസ് ആണ് പറയുന്നത്? 6 സ്റ്റേജസിലാണ് നമ്മൾ പ്രഷർ ഇഞ്ചറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ കിട്ടാം, അല്ലെങ്കിൽ സംടൈംസ് എന്താണ് ഇപ്പൊ ഒരു നേഴ്സ് അസസ് ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ആ ഒരു വൂണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവരെ ഇലാബറേറ്റ് ചെയ്തിട്ട് അത് ഏത് സ്റ്റേജിൽ വരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസ് പോലെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ,
സോ ഇതാണ് അതിന്റെ ഒരു ഇമേജ്. സോ ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് സ്റ്റേജ് 1. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റേജ് 1ൽ എന്താണ്? നോൺ ബ്ലാഞ്ചബിൾ എറിത്തീമിയ. ഓക്കെ, നോൺ ബ്ലാഞ്ചബിൾ, അവിടെ ഒരു റെഡ്നെസ് അല്ലെങ്കിൽ എറിത്തീമിയ വിൽ ബി ദെയർ ഇഫ് ദ ഡാർക്ക് സ്കിൻ, അല്ലെങ്കിൽ എന്താണ് റെഡ് ബ്ലൂയിഷ് കളർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറ്റ് റിസ്ക് പേഴ്സണില് ഇതുപോലെയുള്ള ബ്ലാഞ്ചബിൾ എറിത്തീമിയാസ് വിൽ ബി പ്രസന്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഹെറാൾഡിംഗ് സൈൻ. ഓക്കെ, അപ്പൊ ഒന്ന് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കിട്ടി സ്റ്റേജ് 1ൽ. എന്താണ് ഹെറാൾഡിംഗ് സൈൻ? ഏത് കണ്ടീഷനിലാണ് കാണുന്നത്? ഏതാണ്? പ്രഷർ ഇഞ്ചറി അല്ലെങ്കിൽ പ്രഷർ അൾസർ. സോ there will be a red or bluish color or non-blanchable edema. This can be called as heralding sign of risk അല്ലെങ്കിൽ heralding sign which we can see in ഏത് കണ്ടീഷനിലാണ്? പ്രഷർ അൾസർ. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താണ്? സ്കിൻ ഇൻടാക്ട് ആയിരിക്കും. ഓൺലി എപ്പിഡേമിസ് ജസ്റ്റ് എന്തായിരിക്കും ഒന്ന് അഫക്റ്റഡ്, എപ്പിഡേമിസിന് മാത്രമേ വരുള്ളൂ. നമ്മുടെ സ്കിൻ ഇൻടാക്ട് ആയിരിക്കും. ഇതുപോലെ ഇവിടെ സ്കിൻ പൊട്ടിയിട്ടൊന്നുമില്ല, സ്കിൻ ഇൻടാക്ട് ആണ്. പക്ഷെ അവിടെ എന്താണ്? ബ്ലാഞ്ചബിൾ എറിത്തീമിയ, റെഡ് കളർ ഫോർമേഷൻ ഓഫ് ഡിസ്കളറേഷൻ ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ സ്റ്റേജ് 2. ഓക്കെ, ഇവിടെ സ്റ്റേജ് 2ല് ബ്രേക്ക് ഡൗൺ ഓഫ് എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. അപ്പൊ ചിലപ്പോ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ലെയേഴ്സ് ആദ്യം ക്ലാരിഫൈ ചെയ്ത് തന്നത്. മേ ബി സെക്കൻഡ് സ്റ്റേജ് അതിൽ അഫക്റ്റഡ് ആവുന്നത് ഏത് ലെയേഴ്സ് ഒക്കെയാണ്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇവിടെ കാരണം ഈ നോർസെറ്റില് അവരുടെ പിന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് പ്രഷർ ഇഞ്ചറി എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് സ്റ്റേജ്, സോ ദർ വിൽ ബി ബ്രേക്ക് ഡൗൺ ഓഫ് എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. ക്ലിയർ? ദർ വിൽ ബി പോസിബിൾ ബ്ലിസ്റ്റർ ഫോർമേഷൻ. ഓക്കെ, അപ്പൊ അവിടെ ബ്ലിസ്റ്റർ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ടേം ആണ്. ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവുന്നത് ഏത് സ്റ്റേജിലാണ്? ആൻഡ് പാർഷ്യൽ തിക്നെസ് സ്കിൻ ഡാമേജ്. ക്ലിയർ? അപ്പൊ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഓൾസോ നോൺ ആസ് പാർഷ്യൽ തിക്നെസ് സ്കിൻ ഡാമേജ് ഓർ പാർഷ്യൽ തിക്നെസ് പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ പാർഷ്യൽ തിക്നെസ് പ്രഷർ ഇഞ്ചറി. ക്ലിയർ? ആൻഡ് സോ ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അവിടെ എപ്പിഡെർമിസ് ഇഞ്ചേർഡ് ആയി, ഇപ്പൊ സ്കിന്നിന് ഇന്റഗ്രിറ്റി ബ്രേക്ക് ഡൗൺ ആയി, നമ്മുടെ ഡെർമിസും എപ്പിഡെർമിസും എഫക്റ്റഡ് ആയി. ദെൻ കം ടു നെക്സ്റ്റ്, ദാറ്റ് ഈസ് തേർഡ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഇവിടെ തേർഡ് സ്റ്റേജ് ഈസ് ഓൾസോ നോൺ ആസ് full thickness pressure ulcer. Full thickness pressure ulcer. So here what will happen? Full thickness of skin loss. അപ്പൊ അവിടെ നമ്മുടെ എപ്പിഡെർമിസും അഫക്റ്റഡ് ആയി, ഡെർമിസും അഫക്റ്റഡ് ആയി, ആൻഡ് ഹൈപ്പോഡെർമിസും അവിടെ ഇഞ്ചേർഡ് ആയി. അപ്പൊ എന്താണ് നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഫാക്ടർ ഒക്കെ എക്സ്പോസ്ഡ് ആയിരിക്കും. ഈ എന്താണ് പ്രഷർ ഇഞ്ചറി അല്ലെങ്കിൽ പ്രഷർ അൾസേഴ്സ് ഒക്കെ ഡ്രസ്സിങ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വാർഡിലെ പേഷ്യന്റിനെ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് കാണാൻ വേണ്ടി പറ്റും ശരിക്കും അത് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റേജ് 3. അപ്പൊ ആ ഒരു വുണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് സ്റ്റേജ് 4. സ്റ്റേജ് 4, എക്സ്പോസ്ഡ് മസിൽസ്, ബോൺ, ടെൻഷൻ, വൈറ്റൽ ഓർഗൻസ്. നല്ല ഡീപ്പ് ആയിട്ടുള്ള പ്രഷർ ഇഞ്ചറി അല്ലെങ്കിൽ അൾസേഴ്സ് ഒക്കെ ഡ്രസ് ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. പക്ഷെ നല്ല വലുതായിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഉള്ളിലുള്ള മസിൽസ്, ബോൺസിനെ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇവിടെ എന്താണ്? എപ്പിഡെർമിസ് പോയി, ഡെർമിസ് പോയി, ഹൈപ്പോഡെർമിസ് ആൻഡ് എന്താണ് മസിൽസ്, ബോൺസ്, ടെൻഷൻസ്, വൈറ്റൽ ഓർഗൻസ് ഒക്കെ പോയി. അപ്പൊ ഈ ഒരു സ്റ്റേജ് 4ലേക്ക് വരുമ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി സ്റ്റേജ് ദാറ്റ് ഇസ് ദ വൂണ്ട് ഈസ് പെയിൻലെസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ അഫക്റ്റഡ് ആയി കഴിയുമ്പോൾ എന്താണ്? അവിടെ പെയിൻ ഉണ്ടാവില്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു അവിടെ എന്താണ് നമ്മുടെ നെർവ് ടെർമിനൽസ്, ബ്ലഡ് വെസൽസ്, അവിടെ നെർവ് പോയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും ആ ഒരു പെയിൻ സെൻസേഷൻ ലോസ്. സോ there will not be any pain. ഓക്കെ, ദെൻ അവിടെ വരുന്ന കാര്യങ്ങളാണ് എന്താണ്? there will be necrosis ഉണ്ടാകാം, scar ഉണ്ടാവാം, and slough will be there. So these 3 are the important features of stage 4 pressure ulcers. Okay, so the necrosis, what is necrosis? Death of cells or tissue. It is called as necrosis simply. Then what is a scar? A separation of skin from underlying tissues. നമ്മുടെ ഓൾറെഡി ഉള്ള ടിഷ്യൂസിൽ നിന്ന് എന്താണ് സ്കിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് എ സ്കാർ. ക്ലിയർ? Then slough. So stringy substances that attach to the wound, അല്ലെ യെല്ലോ കളറിലൊക്കെ നമുക്ക് സ്റ്റിഞ്ചി സബ്സ്റ്റൻസ് കാണാം. സോ നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് കട്ട് ഓഫ് ചെയ്ത് കളയാറുണ്ട്, അല്ലെ? എന്നാലാണ് പിന്നെ എന്താണ് അവിടെ ബ്ലഡ് സപ്ലൈ ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ആ ഡെഡ് സെൽസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. ആ സ്റ്റിഞ്ചി സബ്സ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് സ്ലഫ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർക്കുക. ഈ 3 comes under stage 4. എന്തൊക്കെയാണ്? നെക്രോസിസ്, എസ്കാർ ആൻഡ് ഫൈനലി സ്ലഫ്. ക്ലിയർ? അപ്പൊ ഇതാണ് ആ ഒരു വൂണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ഒരു അപ്പിയറൻസ് ഇങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് വൺ, അൺസ്റ്റേജബിൾ. സോ നമുക്കത് സ്റ്റേജ് ചെയ്യാൻ പറ്റില്ല.
ഏത് സ്റ്റേജ് ആണ് എന്ന് നമുക്ക് അതിന് സ്റ്റേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ദ എൻറ്റയർ വൂണ്ട് ബേസ് കവേർഡ് ബൈ സ്ലഫ് ഓർ എസ്കാർ. കാരണം ആ വൂണ്ട് കംപ്ലീറ്റ്ലി എന്താണ് മൊത്തം സ്ലഫ് ആയിട്ട് അല്ലെങ്കിൽ എഷ്കാർ ആയിട്ടൊക്കെ കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കത് ഏത് സ്റ്റേജ് ആണ് പിന്നെ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് ഫുൾ തിക്നെസ് ലോസ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് അൺസ്റ്റേജബിൾ പ്രഷർ ഇഞ്ചുറി. ക്ലിയർ? ഒരു കണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ നമുക്ക് സ്റ്റേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ ഈ ബ്ലാക്ക് കളറിലുള്ളത് സ്ലഫ് ഡെഡ് ടിഷ്യൂസ് എസ്കാർ ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഫൈനലി ഡീപ് ടിഷ്യൂ ഇഞ്ചറി. ഡീപ് ടിഷ്യൂ ഇഞ്ചറി ഇസ് ദ ലാസ്റ്റ് സ്റ്റേജ്. അപ്പൊ അവിടെ എന്താണ് സ്കിൻ ഇൻടാക്ട് ആയിരിക്കും. അൺലോൺ ലെവൽ ഓഫ് ടിഷ്യൂ ഇഞ്ചറി. അപ്പൊ നമുക്ക് അറിയില്ല എത്രമാത്രം ടിഷ്യൂ ഇഞ്ചറി ഉള്ളിലേക്ക് ഉണ്ടെന്ന്. നിങ്ങൾ ആ ഒരു ഇമേജ് കണ്ടാലും മനസ്സിലാവും. സോ ഇവിടെ കണ്ടോ സ്കിൻ ഇൻടാക്ട് ആണ്, പക്ഷെ ഉള്ളിലേക്ക് എത്രമാത്രം നമ്മുടെ എപ്പിഡെർമിസ് ഡെർമിസ് ഹൈപ്പോഡെർമിസ് ബാക്കി ഉള്ളിലേക്ക് എത്രമാത്രം അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ എപ്പിഡെർമിസ് ഇൻടാക്ട് ആയിരിക്കും. ആൻഡ് സോ ഏർലി സ്റ്റേജിൽ നമുക്കത് അത്ര വിസിബിൾ ആയിരിക്കില്ല. The hallmark feature അല്ലെങ്കിൽ hallmark sign of deep tissue injury is rapid deterioration. പെട്ടെന്നാണ് ഓക്കെ ഡെസ്പൈറ്റ് ഓഫ് ദ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് പ്രിവെന്റീവ് ഇന്റർവെൻഷൻ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വൂണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇമേജിൽ കണ്ട പോലെ ഒരു സ്കിൻ ചേഞ്ചസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾ എന്താണ് യു ഹാവ് ഗിവൺ ഓൾ ദ മാക്സിമം പ്രിവെന്റീവ് മെഷേഴ്സ് ഓർ സപ്പോർട്ടീവ് മെഷേഴ്സ് നിങ്ങൾ കൊടുത്തു. ബാക്ക് കെയർ കൊടുത്തു, പേഷ്യന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു, എവറിത്തിങ് യു ഹാവ് ഡൺ. നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഈവൻ ദോ എന്താണ് there will be rapid deterioration അല്ലെങ്കിൽ അതൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും പെട്ടെന്ന് പേഷ്യന്റിന്റെ ആ ഒരു സ്കിൻ ഡിറ്റീരിയോറേറ്റ് ചെയ്യും. അതാണ് ഡീപ് ടിഷ്യൂ ഇഞ്ചറിയുടെ ഹോൾമാർക്ക് സൈൻ എന്ന് പറയുന്നത്. വെരി ക്ലിയർ. ദെൻ ഇൻവിസിബിൾ ഫോർ അപ് ടു 48 hours ആൻഡ് പ്രോഗ്രസ് റാപ്പിഡ്ലി ഫുൾ തിക്നെസ്. അപ്പം അതുപോലെ തന്നെ എന്താണ് പെട്ടെന്ന് 48 hours തന്നെ ഇൻവിസിബിൾ ആവും. അപ്പൊ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു ഡിറ്റീരിയോറേഷൻ സംഭവിക്കും. ക്ലിയർ? സോ ദീസ് ആർ ദ സ്റ്റേജസ് ഓഫ് ബെഡ് സോർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ? The next question, pressure ulcer are categorized as A. Acute wound, B. Chronic wound, C. Partial thickness wound, and D. Alcohol wound. So, ഏതാണ് പ്രഷർ അൾസർ എന്ന് പറയുന്നത്? നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുന്നത്? എപ്പോഴും ചോദിക്കുന്നതാണ്. സോ നമുക്കറിയാം, നോക്കാം ഏതാണ് ആൻസർ എന്ന്. സോ ദ ആൻസർ ഈസ് ക്രോണിക് വൂണ്ട്. തെറ്റിക്കാൻ പാടില്ല, എപ്പോഴും അതൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. ഇപ്പം പ്രഷർ അൾസർ എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഇറ്റ്സ് എ ക്രോണിക് വൂണ്ട്. അപ്പൊ ഒരു പോയിന്റും കൂടി നമുക്ക് പ്രഷർ അൾസറിൽ കിട്ടി. പ്രഷർ അൾസർ ഈസ് എ ക്രോണിക് വൂണ്ട്, എക്സാമ്പിൾ ഓഫ് ക്രോണിക് വൂണ്ട്, അല്ലെങ്കിൽ പ്രഷർ അൾസർ ഈസ് കാറ്റഗറൈസ്ഡ് ആസ് എ ക്രോണിക് വൂണ്ട്. ക്ലിയർ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്രസ്റ്റ് മിൽക്ക്. അപ്പൊ അവിടെ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഫോം ഓഫ് മിൽക്ക് സെക്രീറ്റഡ് ബൈ ബ്രസ്റ്റ് during the first 3 days of following delivery is called a transition milk, behind milk, C. colostrum, D. fore milk. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്. ഇത് ഈ എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ബ്രസ്റ്റ് മിൽക്ക് എന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ എന്തൊക്കെ കണ്ടന്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ 100 ml ബ്രസ്റ്റ് മിൽക്കില് 100 ml കൊളസ്ട്രത്തില് എന്തോരം നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെ അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ, സ്റ്റോറേജ്. അപ്പൊ അതിൽ അതിന്റെ ഒരു ചെറിയൊരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് മിൽക്ക്. അപ്പൊ ജസ്റ്റ് യു ഹാവ് ടു നോട്ട് ഡൗൺ. നിങ്ങൾ എഴുതുമ്പോ അപ്പൊ ഇത് നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന് ആദ്യം നോക്കാം. സോ ദ ആൻസർ ഈസ് സി കൊളസ്ട്രോൾ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ നോട്ട്സ് എഴുതുന്ന സമയത്ത് ജസ്റ്റ് എഴുതി വെക്കുക ബ്രസ്റ്റ് മിൽക്ക്. ഓക്കെ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്. നമുക്കറിയാം ബ്രസ്റ്റ് മിൽക്കിനെ നമ്മൾ മെയിൻ ആയിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 രീതിയിലാണ്. ഓക്കെ, ബ്രസ്റ്റ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറി അല്ലെ. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പോസ്റ്റ്നേറ്റൽ പീരീഡ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് അല്ലെ. അതായത് പോസ്റ്റ്നേറ്റൽ പീരീഡില് ബ്രസ്റ്റ് മിൽക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ ബ്രസ്റ്റ് മിൽക്കിനെ 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് കൊളസ്ട്രം. ഓക്കെ, ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് കൊളസ്ട്രം. യു ഹാവ് ടു നോട്ട് ഡൗൺ. ഒന്നാമത്തേതാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. പറയാം ഒരുപാട് മിത്തുകൾ ഇപ്പോഴും സ്റ്റിൽ ഉള്ളതാണ് അല്ലെ. കൊളസ്ട്രം കൊടുക്കാൻ പാടില്ല, കൊടുക്കണം എന്നൊക്കെ. അപ്പൊ നമ്മൾ ആസ് എ ഹെൽത്ത് കെയർ പ്രാക്ടീഷണർ നമ്മൾ എന്താണ് കൊളസ്ട്രം കൊടുക്കാൻ വേണ്ടി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇത് പല രീതിയിൽ ചോദിക്കാം. ഫസ്റ്റ് മിൽക്ക് ഏതാണെന്ന് ചോദിക്കാം. ഒരു ന്യൂ മദർ അല്ലെങ്കിൽ ഒരു പ്രൈമി മദർ ഡെലിവറി കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് മിൽക്കിനെ കുറിച്ച് അല്ലെ മദർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾ കൊടുക്കണ അല്ലെ കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ
ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് മദർ ഭയങ്കര കൺസേൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മദറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്ന നിലയിൽ അപ്പൊ നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? വി ഹാവ് ടു ടീച്ച് ദ മദർ ദാറ്റ് ഗിവ് ഒന്ന് എന്താണ് എക്സ്ക്ലൂസീവ് ഫീഡിങ് ആൻഡ് സെക്കൻഡ് വൺ ഗിവ് കൊളസ്ട്രം ടു ദ ബേബി. ആ കുഞ്ഞിന് വേണ്ട എല്ലാ രീതിയിലുള്ള പിന്നെ എന്താണ് ന്യൂട്രിയൻസ്, ഇമ്യൂണോഗ്ലോബുലിൻസ്, എവറിത്തിങ് വിൽ ബി ഇൻ ദ കൊളസ്ട്രം. സോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ ഫോർ ദ ബേബി. നമ്മൾ ഏറ്റവും നല്ലൊരു ഇമ്മ്യൂണൈസേഷൻ കുഞ്ഞിന് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? കൊളസ്ട്രം ആണ്. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താണ്? അപ്പൊ കൊളസ്ട്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ദാറ്റ് യു ഹാവ് ടു നോട്ട് ഔട്ട്. എന്തൊക്കെയാണ്? കൊളസ്ട്രം സെക്രീറ്റ് ഫോളോയിങ് എന്താണ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 3 days ആഫ്റ്റർ ഡെലിവറി അല്ലെ? ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് 3 days വരുന്ന മിൽക്കിനാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് ദ പെക്യുലർ ഫീച്ചേഴ്സ്. എങ്ങനെയായിരിക്കും? ഇറ്റ്സ് തിക്ക് ആയിരിക്കും. പിന്നെ എന്താണ്? ആൻഡ് ഇറ്റ്സ് യെല്ലോ ഇൻ കളർ അല്ലെ? യെല്ലോ കളറിലാണ്, തിക്കാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ആന്റിബോഡീസ് അല്ലെ? റിച്ച് ആന്റിബോഡീസ് ഉണ്ടാവും. അതുപോലെ തന്നെ വൈറ്റമിൻ എ, ഡി, ഇ, കെ, നമ്മുടെ സൊല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ടാവും. കുഞ്ഞിന് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും എന്തിലുണ്ട്? നമ്മുടെ കൊളസ്ട്രത്തിലുണ്ട്. പക്ഷെ ഇതിന്റെ എന്താണ് ഒരു നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രം ഈസ് ലെസ് ഫാറ്റ് ആൻഡ് ഷുഗർ. ഫാറ്റ് കണ്ടന്റും ഷുഗർ കണ്ടന്റും കുറവായിരിക്കും കൊളസ്ട്രത്തിൽ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ക്ലിയർ? അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. So the next milk that is known as transitional milk. Okay, transitional milk. Clear? Transitional milk. So followed by the colostrum. Colostrumത്തിന് ശേഷം വരുന്ന മിൽക്കിന് നമ്മൾ പറയുന്ന പേരാണ് transitional milk. Clear? So it secreted during following 2 weeks. അല്ലെങ്കിൽ 2 weeks after delivery അല്ലെങ്കിൽ next to colostrum പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കാണ് ട്രാൻസിഷണൽ മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താണ്? ഇതില് ഇമ്യൂണോഗ്ലോബുലിൻസ് അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റ് ഡിക്രീസ്ഡ് ആയിരിക്കും. സോ ഇമ്യൂണോഗ്ലോബുലിന് അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റ്സ് ഒക്കെ മോസ്റ്റ് അല്ലെങ്കിൽ റിച്ച് ആയിരുന്നത് എവിടെയായിരുന്നു? കൊളസ്ട്രത്തിലായിരുന്നു. വെൻ കം ടു transitional milk, immunoglobulin and protein content decreases while the fat and sugar content increases. അപ്പൊ ഇവിടെ എന്താണ്? ഫാറ്റും ഷുഗർ കണ്ടന്റ്, കുഞ്ഞിന് കുറച്ചും കൂടെ എനർജി ഒക്കെ വേണം. അപ്പൊ എന്താണ്? ഫാറ്റും ഷുഗർ കണ്ടന്റും എന്ത് ചെയ്തു? ട്രാൻസിഷണൽ മിൽക്കിൽ ഇൻക്രീസ് ചെയ്തു. That's all about transitional milk. Clear? And next one that is mature milk. Okay, next one that is mature milk. നെക്സ്റ്റ് വരുന്ന മിൽക്കാണ് മെച്ചുവർ മിൽക്ക്. സോ മെച്ചുവർ മിൽക്ക് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു 2. നമ്മൾ മെച്ചുവർ മിൽക്കിനെ 2 രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അറിയാം മെച്ചുവർ മിൽക്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു ട്രാൻസിഷണൽ മിൽക്ക്. ട്രാൻസിഷണൽ മിൽക്കിന് ശേഷം വരുന്ന മിൽക്കാണ് നമ്മുടെ മെച്ചുവർ മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മിൽക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോ വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ ന്യൂട്രിയൻസ് വിച്ച് ആഡിക്വേറ്റ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബേബി. അപ്പൊ കുഞ്ഞിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മിൽക്കാണ് മെച്ചുവർ മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മെച്ചുവർ മിൽക്കിൽ വരുന്ന ഒന്നാണ് ദാറ്റ് ഇസ് ഫോർ മിൽക്ക്. Okay, that is four milk, and next one that is hind milk. Okay, four milk ഉണ്ട്, hind milk ഉണ്ട്. So what is the importance of four milk? Four milk എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് you have to note down. That is this is watery. Okay, ഫസ്റ്റ് വരുന്ന മിൽക്ക് ആണ്. അതെന്തായിരിക്കും? കുറച്ചും കൂടി വാട്ടറി ആയിട്ടാണ് ആ മിൽക്ക് വരിക. So it is watery and which is rich in protein ഉണ്ടാകും, അതുപോലെ തന്നെ ഷുഗർ ആൻഡ് വൈറ്റമിൻസ്, മിനറൽസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിച്ച് ആണ്. അതുപോലെ തന്നെ വാട്ടർ റിച്ച് ആണ് ഈ ഒരു ഫോർ മിൽക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് എന്താണ്? തേഴ്സ്റ്റ് സാറ്റിസ്ഫൈഡ് മിൽക്ക് അല്ലെങ്കിൽ തേഴ്സ്റ്റ് സാറ്റിസ്ഫയർ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കുന്ന അതാണ് ഈ ഫോർ മിൽക്ക് എന്ന് പറയുന്നത്. തേഴ്സ്റ്റ് സാറ്റിസ്ഫൈങ് ആണ് ഈ ഒരു പിന്നെ ഫോർ മിൽക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ കം ടു ഹൈൻഡ് മിൽക്ക്. ഓക്കെ, ഫോർ മിൽക്കിന് ശേഷം അതായത് ഫോളോഡ് ബൈ ദ ഫോർ മിൽക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഹൈൻഡ് മിൽക്ക്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫീഡിൽ വരുന്നതാണ് ഹൈൻഡ് മിൽക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് റിച്ച് ഇൻ എനർജി, അതുപോലെ തന്നെ ഫാറ്റ്. ഓക്കെ, ഫാറ്റ് കണ്ടന്റ്, എനർജി ഒക്കെ വളരെ കൂടുതലായിരിക്കും. ആൻഡ് ദിസ് will satisfy the hunger of baby. Hunger satisfy milk, thirst satisfy milk. Okay, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഹങ്കർ സാറ്റിസ്ഫൈ മിൽക്ക് എന്ന് പറയുന്ന ഏതാണ്? ദാറ്റ് ഇസ് ഹൈൻഡ് മിൽക്ക്. തേഴ്സ്റ്റ് സാറ്റിസ്ഫൈ മിൽക്ക് എന്ന് പറയുന്ന ഏതാണ്? ദാറ്റ് ഇസ് ഫോർ മിൽക്ക്. ഓക്കെ, പിന്നെ ഇത് കൂടാതെ ഒരു ടൈപ്പും കൂടി നമ്മൾ പറയും പ്രീ ടൈം മിൽക്ക്. നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിൽ ഒന്നും പെടുത്തുന്നില്ല. പ്രീ ടൈം മിൽക്ക് നമുക്കറിയാം എന്താണ്?
സോ പ്രീ ടൈം മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ടൈം ബേബിക്ക് വേണ്ട അല്ലെങ്കിൽ പ്രീ ടൈം ഡെലിവറി കഴിഞ്ഞ് മദറിൽ വരുന്ന മിൽക്കാണ് പ്രീ ടൈം മിൽക്ക് എന്ന് പറയുന്നത്. സോ ദിസ് വിൽ സാറ്റിസ്ഫൈസ് ദ എന്താണ് നീഡ്സ് ഓഫ് പ്രീ ടൈം ബേബി. അപ്പൊ കുഞ്ഞിന്റെ പ്രീ ടൈം ആയിട്ടുള്ള ബേബിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട എല്ലാ കോണ്ടന്റ്സും എന്തിലുണ്ട്? ഈ പ്രീ ടൈം മിൽക്കിലുണ്ട്. സോ അത് എന്തൊക്കെയാവാം നമുക്കറിയാം. പ്രോട്ടീൻ, ഫാറ്റ്, ന്യൂട്രിയൻസ്, ഇമ്യൂണോഗ്ലോബുലിൻസ്, കാലോറീസ്, സോ എവറിത്തിങ് വിൽ ബി ഇൻ ദ പ്രീ ടൈം മിൽക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ലാക്ടോസ് ആയിരിക്കും. ഓക്കെ, ലാക്ടോസ് ലെസ് മിൽക്ക് ആണ് പ്രീ ടൈം മിൽക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ റിഗാർഡിംഗ് ബ്രസ്റ്റ് മിൽക്ക്, ദാറ്റ് ഇസ് സ്റ്റോറേജ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്. അപ്പൊ എഴുതി വെക്കുക, സ്റ്റോറേജ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്. അപ്പൊ നമുക്കറിയാം റൂം ടെമ്പറേച്ചറിൽ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതി മൂന്നായിട്ട് ഒരു ബ്രസ്റ്റ് മിൽക്ക് എന്ന് എഴുതി മൂന്നായിട്ട് ഒരു ആരോ ഇട്ട് വെക്കും. ഒന്നാമത്തേത് റൂം ടെമ്പറേച്ചർ. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, സോ ഫോർ റൂം ടെമ്പറേച്ചർ വി ക്യാൻ കീപ് ദ മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് വി ക്യാൻ സ്റ്റോർ ഫോർ 8 to 10 hours. ഓക്കെ, ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാം. Then next you have to write refrigerator. Okay, next you have to write refrigerator. So in refrigerator we can keep 24 hours. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റോറേജ് ഓഫ് ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന്. ഡാം ഷുവർ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അപ്പൊ അവിടെ എന്താണ്? ഫോർ റെഫ്രിജറേറ്റർ വി ക്യാൻ കീപ് ഇറ്റ് ഫോർ 24 hours നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇൻ ഫ്രീസർ. ഓക്കെ, നമ്മൾ ഫ്രീസറിലാണ് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കീപ്പ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ഫ്രീസറിൽ നമ്മൾ എപ്പോഴും പറയാം -20 ഡിഗ്രി ആണ് നമ്മൾ പറയാറ്. -20 ഡിഗ്രി വി ക്യാൻ കീപ് ഇറ്റ് ഫോർ 3 months. ഓക്കെ, അപ്പൊ ഒരു 3 months വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇൻ കേസ് ഓഫ് ഫ്രീസർ. അപ്പൊ അത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റിഗാർഡിംഗ് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വൺ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So next one, that is Wernicke's encephalopathy is due to the deficiency of A. niacin, B. thiamine, C. riboflavin, and D. cyanocobalamin. The question is, Wernicke's encephalopathy is due to the deficiency of A, B, C, D. നോക്കാം നമുക്ക് ആൻസർ ഏതാണ് എന്ന്. നമ്മളിവിടെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ സൈക്യാട്രിയിൽ നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് പഠിക്കുന്ന സമയം അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് വെർണിക്സ് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. അത് മാത്രമല്ല അതുപോലെ തന്നെ when you are studying വൈറ്റമിൻസ്, ഓക്കെ, വൈറ്റമിൻസ് പഠിക്കുമ്പോഴും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് ഈ വെർണിക്സ് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സോ ദ ആൻസർ ഈസ് തയാമിൻ. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. തൈമിൻ എന്ന് പറയുന്നത് ഏത് വൈറ്റമിൻ ആണ്? ഓക്കെ, എപ്പോഴും തെറ്റിക്കും. വൈറ്റമിൻ B12 എന്ന് അധികം കുട്ടികൾ പറയാറുണ്ട്. അപ്പൊ അത് കൺഫ്യൂഷൻ ഉള്ളവരൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോവുക. തൈമിൻ ഈസ് വൈറ്റമിൻ B1. ഓക്കെ, വൈറ്റമിൻ B1 എന്നാണ് നമ്മൾ തൈമിന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ B1. ഓക്കെ, നമുക്കറിയാം വൈറ്റമിൻ ബിയിൽ തന്നെ നമുക്കറിയാം B1 തൈമിൻ, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ, പിന്നെ പാന്തണിക് ആസിഡ്, B5 പിരിഡോക്സിൻ, B6, അങ്ങനെ ഒരു ബിന്റെ കുറെ വേരിയേഷൻസ് ഉണ്ട്. അതിൽ വരുന്ന B1 ആണ് തൈമിൻ എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ വൈറ്റമിൻ പറയുമ്പോൾ യു ഹാവ് ടു പ്രിപ്പയർ എ വൈറ്റമിൻ ടേബിൾ. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു വൈറ്റമിൻ ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പൊ നിങ്ങളെ എന്താ പറയുന്നത് ഫ്യൂച്ചർ റെഫറൻസിന് അത് ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വൈറ്റമിൻസ് പഠിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളത് നമുക്ക് അപ്കമിങ് ക്ലാസ്സിൽ അത് പഠിക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? So first ഒരു സീരിയൽ നമ്പർ, then you have to write the vitamin. So when you are writing the vitamin, അതിന്റെ ആ ഒരു നെയിമും കൂടെ അവിടെ എഴുതി വെക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് ഏതാ? വൈറ്റമിൻ B1. ഓക്കെ, വൈറ്റമിൻ B1 എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഇസ് തയാമിൻ. ക്ലിയർ? പിന്നെ നെക്സ്റ്റ് കോളം യു ഹാവ് ടു ഡ്രോ, ദാറ്റ് ഇസ് ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് ആ പെർട്ടിക്കുലർ വൈറ്റമിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ആൻഡ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഫുഡ് സോഴ്സസ്. ഏതൊക്കെ ഫുഡ് സോഴ്സസിലാണ്, ഏത് ഫോമിലാണ്, ഏതൊക്കെ ഫുഡ് സോഴ്സസിലാണ് നമുക്ക് ആ വൈറ്റമിൻ അവൈലബിൾ ആയിട്ടുള്ളത്? ആൻഡ് നെക്സ്റ്റ് യു ഹാവ് ടു നോട്ട് ഡൗൺ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ. സോ ദിസ് ഇസ് വൈറ്റമിൻ ടേബിൾ. അപ്പൊ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയും, നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ ഈ വൈറ്റമിൻ നമ്മൾ അപ്കമിങ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എന്താണ് വെർണിക്സ് എൻസെഫലോപ്പതി എന്നുള്ളത്. സോ ഹിയർ വെർണിക്സ് എൻസെഫലോപ്പതി. അവിടെ വെർണിക്സ് എൻസെഫലോപ്പതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് നോൺ ആസ് അല്ലെങ്കിൽ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ആൽക്കഹോളിക് അംനസ്റ്റിക് ഡിസോർഡർ. എന്താണ്? ആൽക്കഹോളിക്
ആൽക്കഹോളിക് അംനസ്റ്റിക് ഡിസോർഡർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂറോ സൈക്കാട്രിക് കോംപ്ലിക്കേഷൻസ് ഓഫ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം. എന്താണ്? ഒന്നെങ്കിൽ നമുക്ക് ആൽക്കഹോളിക് അംനസ്റ്റിക് ഡിസോർഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ന്യൂറോ സൈക്കാട്രിക് കോംപ്ലിക്കേഷൻ ഓഫ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിൽ വരുന്ന വൺ അമംഗ് ദ ആൽക്കഹോൾ അംനസ്റ്റിക് ഡിസോർഡർ ആണ് വേർണിക്സ് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് വേർണിക്സ് എൻസെഫലോപ്പതി, കോസാക്കോസൈക്കോസിസ്, അതുപോലെ തന്നെ വെർണിക് കോസാക്കോസൈക്കോസിസ്, മെർച്ചിയഫാവ, ബിഗ്നാമി ഡിസീസ്. ഈ ഒരു 4 സിൻഡ്രംസ് ആണ് നമ്മൾ ഈ ആൽക്കഹോൾ അംനസ്റ്റിക് ഡിസോർഡേഴ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലൊന്നാണ് വെർണിക്സ് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പല രീതിയിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നെങ്കിൽ എന്താണ്, ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം. ഒരു പേഷ്യന്റ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യന്റ് സിവിയർ തയാമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. ആ പേഷ്യന്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ പേഷ്യന്റ് ഇതിലെ സിംറ്റംസ് വെച്ചിട്ട് ഇന്ന സിംറ്റംസ് പേഷ്യന്റ് എക്സിബിറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ നേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്. ഓക്കെ, ആ ഒരു ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇവിടെ വെർണിക് എൻസെഫലോപ്പതി ഈസ് ആൻ അക്യൂട്ട് റിയാക്ഷൻ ടു സിവിയർ ഡെഫിഷ്യൻസി ഓഫ് തയാമിൻ. അതുപോലെ തന്നെ ചോദിക്കാം, ADS പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഏതാണ്? തയാമിൻ ഡെഫിഷ്യൻസി. അതുപോലെ തന്നെ അവരിൽ കാണുന്ന ഒരു ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റി ആണ് ഹൈപ്പോ മാഗ്നീഷീമിയ. ദീസ് ടു ആർ വെരി ഇമ്പോർട്ടന്റ്. തൈമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഹൈപ്പോ മാഗ്നീഷീമിയ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ക്രോണിക് ആൽക്കഹോളിക് പേഷ്യൻസിലാണ്. ക്ലിയർ? അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, സോ ഇറ്റ് അക്യൂട്ട് അല്ലെങ്കിൽ ദ ഓൺസെറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് പെർസിസ്റ്റന്റ് വോമിറ്റിംഗ്. ഇപ്പൊ ഒരു പേഷ്യന്റില്, ഇപ്പൊ ക്രോണിക് ആൽക്കഹോളിക് എടുക്കുന്ന പേഷ്യന്റ് ആൻഡ് ഹു ഈസ് സഫറിംഗ് വിത്ത് എ വൈറ്റമിൻ ഡെഫിഷ്യൻസി, തൈമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ അവർ ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള വോമിറ്റിംഗ് ആണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വെർണിക്സ് എൻസെഫലോപ്പതി എന്ന് എഴുതി ഡ്യൂ ടു തൈമിൻ ഡെഫിഷ്യൻസി, എന്നിട്ട് നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു ട്രയാഡ് എന്ന് നമ്മൾ പറയാറില്ല. സോ വി ക്യാൻ കോൾ, നമുക്ക് വേണമെങ്കിൽ പഠിക്കാൻ എളുപ്പത്തിന് അങ്ങനെ ഒരു വെർണിക്സ് എൻസെഫലോപ്പതി ട്രയാഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? ദർ ഇസ് പെർസിസ്റ്റന്റ് വോമിറ്റിംഗ്, ocular signs and higher mental function disturbances. സോ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വി കൻ ഓർഗനൈസ് ദ കണ്ടന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ട്രയാഡ് ഓഫ് വെർണിക്സ് എൻസെഫലോപ്പതി നമുക്ക് എന്തൊക്കെ പറയാം? പെർസിസ്റ്റന്റ് വോമിറ്റിംഗ്, ocular signs and disturbance of higher mental function. ocular signsൽ എന്തൊക്കെ വരാം? nystagmus, അത് nystagmus, then ophthalmoplegia, bilateral external rectus muscle paralysis വരാം. അത് ഏർലി സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്. പിന്നെ pupillar irregularities, retinal hemorrhages, papillary edema. Okay, and finally all these things will lead to impairment of vision. അപ്പൊ ഇതൊക്കെ എന്താണ്? അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ്, ocular കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാം. നെക്സ്റ്റ് ഇസ് ഹയർ മെന്റൽ ഫംഗ്ഷൻ ഡിസ്റ്റർബൻസ്. വാട്ട് ഇസ് ഹയർ മെന്റൽ ഫംഗ്ഷൻ? എന്താണ് ഹയർ മെന്റൽ ഫംഗ്ഷൻ? ഇത് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഹയർ മെന്റൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നിങ്ങൾ പഠിക്കുന്ന ഒന്നാണ് അല്ലെ സൈക്യാട്രിയിൽ. അപ്പൊ അതിന്റെ ഒരു ഏരിയ ആണ് ഹയർ മെന്റൽ ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ഹയർ മെന്റൽ അസസ്മെന്റ്, അല്ലെങ്കിൽ ന്യൂറോ സൈക്യാട്രിക് അസസ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ ഈ ഹയർ മെന്റൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ എബിലിറ്റി ടു തിങ്ക്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കോൺഷ്യസ്നെസ്, ഓറിയന്റേഷൻ, മെമ്മറി, അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇതിനൊക്കെ കൂടിയാണ്, അല്ലെങ്കിൽ ഓൾ ദീസ് തിങ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഹയർ മെന്റൽ ഫംഗ്ഷൻ ഓഫ് ബ്രെയിൻ, അല്ലെങ്കിൽ ഹയർ മെന്റൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഇമ്പയർമെന്റ്, സോ ദർ വിൽ ബി എന്താണ് confusion veram, disorientation veram, there will be impairment in the memory, poor attention span veram, distractibility. All these things are very common to this Wernicke's encephalopathy. പിന്നെ ഇതിന്റെ early symptoms എന്ന് പറയുന്നത് apathy and ataxia. So these are the early symptoms of Wernicke's encephalopathy. പിന്നെ അതുപോലെ തന്നെ പെരിഫറൽ ന്യൂറോപ്പതി, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള മാൽ ന്യൂട്രീഷൻ ഒക്കെ ഇതിനോട് എക്സിസ്റ്റ് ചെയ്ത് കാണാം, അല്ല അങ്ങനെയുള്ളവർക്ക് ഇത് കോമൺ ആയിട്ട് വരാം. പിന്നെ neuronal degeneration, hemorrhages. So commonly we can see in hypothalamus, thalamus, mammillary bodies and midbrain. So this point is very important. എപ്പോഴും ചോദിക്കാം, അതായത് വെർണിക്സ് എൻസെഫലോപ്പതിയില് അല്ലെങ്കിൽ കോസാക്കോസൈക്കോസിസില് ഏത് ഏരിയ ഓഫ് ബ്രെയിൻ ആണ് അഫക്റ്റഡ് ആവുന്നത്? ഓക്കെ, അപ്പൊ ഇവിടെ വെർണിക്സ് എൻസെഫലോപ്പതിയില് നമുക്ക് ഇപ്പൊ ഒരു CT എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വി ക്യാൻ സീ ദ ന്യൂറോണൽ ഡീജനറേഷൻ ഇൻ ഫോളോയിങ് ഏരിയാസ്. എവിടൊക്കെയാണ്? thalamus, hypothalamus, mammillary bodies and midbrain. Clear? Okay. Then next question. Failure to pass meconium within first 36 hours of life. First 36 hours of life. Abdominal distension,
poor feeding, empty rectum are the findings of A. Higgs-Springs disease, B. pyloric stenosis, C. malabsorption, then D. appendicitis. ഏതാണ്? ഓർക്കുക, നമ്മുടെ നോർസെറ്റ് എക്സാമില് ഈ ഒരു പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി അല്ലെ, അല്ലെങ്കിൽ GI സിസ്റ്റം, അബ്നോർമാലിറ്റീസ് ഓഫ് GI സിസ്റ്റം എന്താണ്, അവർക്ക് എന്താ പറയാ, ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കഞ്ചനൈറ്റൽ മെഗാകോളൻ ആൻഡ് നമ്മുടെ ഇൻഡുസസെപ്ഷൻ, കഞ്ചനൈറ്റൽ മെഗാകോളൻ, പൈലോറിക് സ്റ്റീനോസിസ്, ഈ ഏരിയയിൽ നിന്നൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ആ ഒരു പ്രീവിയസ് പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അറിയാം, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് 1ഉം 2ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏതാണ് ആൻസർ എന്ന് നോക്കാം. സോ ദ ആൻസർ ഈസ് ഹിഗ്സ്-സ്പ്രിങ്സ് ഡിസീസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഹിഗ്സ്-സ്പ്രിങ്സ് ഡിസീസ്. അപ്പൊ വളരെ ഷോർട്ട് ആയിട്ട് നമുക്കത് എന്താണ് എന്ന് നോക്കാം. നമ്മൾ ഹിഗ്സ്-സ്പ്രിങ്സ് ഡിസീസ് അല്ലെങ്കിൽ നമ്മൾ അതിന് കഞ്ചനൈറ്റൽ മെഗാകോളൻ എന്ന് പറയും അല്ലെ. അപ്പൊ ബിഫോർ ഗോയിങ് ടു ദാറ്റ്, വാട്ട് ഇസ് മെഗാകോളൻ? എന്താണ് മെഗാകോളൻ? ഇപ്പൊ ചിലര് മെഗാകോളൻ എന്ന് മാത്രം പറയാറുണ്ട് പിന്നെ ഹിഗ്സ്-സ്പ്രിങ് ഡിസീസിന്. അപ്പൊ ആക്ച്വലി നമ്മൾ അതിന്റെ ഒരു വേരിയേഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈപ്പ് ആണ് ഈ കഞ്ചനൈറ്റൽ മെഗാകോളൻ എന്നുള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ മെഗാകോളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്നോർമൽ ഡയലറ്റേഷൻ ഓഫ് ദ കോളൻ. സിംപ്ലി okay, so megacolon is known as, അല്ലെങ്കിൽ megacolon can be defined as an abnormal dilatation of the colon. നമ്മുടെ കോളൻ അബ്നോർമൽ ആയിട്ട് ഡയലേറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ കണ്ടീഷന് നമ്മൾ പറയുന്നതാണ് മെഗാകോളൻ എന്ന് പറയും. അപ്പൊ അത് ഡ്യൂ ടു എനി മെക്കാനിക്കൽ കോസ് ആവാം, ഒബ്സ്ട്രക്ഷൻ ആവാം, എനിത്തിങ്. അപ്പൊ അതില് 2 രീതിയിൽ വരാം. ഒന്ന് കഞ്ചനൈറ്റലി ബൈ ബർത്ത് എന്ത് വരാം, ഈ ഒരു മെഗാകോളൻ വരാം, ദാറ്റ് ഇസ് ഹിഗ്സ്-സ്പ്രിങ് ഡിസീസ്. ദെൻ അക്വയർഡ് മെഗാകോളൻ, ഓക്കെ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓർ അക്വയർഡ് മെഗാകോളൻ, ദാറ്റ് ഇസ് ഡ്യൂ ടു പുവർ ബവൽ ഹാബിറ്റ്, പ്രോപ്പർ ആയിട്ടുള്ള ബവൽ ഹാബിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഡ്യൂ ടു സം മെഡിക്കേഷൻസ്, എസ്പെഷ്യലി നമുക്ക് പറയാം ആന്റിസൈക്കോട്ടിക്സ്. ഓക്കെ, ആന്റിസൈക്കോട്ടിക്സ് പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാം, ദാറ്റ് ഇസ് ക്ലോസാപ്പിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ആണ് അല്ലെ ക്ലോസാപ്പിൻ. പാരലറ്റിക് ഇലിയസ്, അതായത് കോൺസ്റ്റിപ്പേഷൻ കുറച്ച് സിവിയർ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പാരലറ്റിക് ഇലിയസ് എന്ന് പറയും. അപ്പൊ പാരലറ്റിക് ഇലിയസ് ഈസ് വെരി കോമൺ ടു വിച്ച് ഡ്രഗ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ക്ലോസാപ്പിൻ. അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, സിവിയർ കോൺസ്റ്റിപ്പേഷൻ എന്ന് ചോദിച്ചാലും ക്ലോസാപ്പിൻ. അതുപോലെ തന്നെ ക്ലോസാപ്പിൻ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതാണ് ഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടാക്കുന്ന ഡ്രഗ്, ദാറ്റ് ഈസ് ക്ലോസാപ്പിൻ. ഞാൻ അവിടെ ആന്റിസൈക്കോട്ടിക് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഡ്യൂ ടു എനി കോളൻ ഇൻഫെക്ഷൻസ്, നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള കോളൻ ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ ഓൾസോ വി ക്യാൻ ദാറ്റ് മേ കോസ് മെഗാകോളൻ. ക്ലിയർ? പിന്നെ ഇവിടെ കഞ്ചനൈറ്റൽ മെഗാകോളൻ. അപ്പൊ കഞ്ചനൈറ്റൽ മെഗാകോളൻ അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഹിഗ്സ്-സ്പ്രിങ്സ് ഡിസീസ്, അല്ലെങ്കിൽ കഞ്ചനൈറ്റൽ എഗാംഗ്ലിയോണിക് സിൻഡ്രോം എന്ന് പറയും, കഞ്ചനൈറ്റൽ എഗാംഗ്ലിയോണിക് മെഗാകോളൻ എന്ന് പറയും. ഇതൊക്കെ അതിന്റെ സിനോണിംസ് ആണ്. ക്ലിയർ? ഇവിടെ എന്താണ്? A ganglionic megacolon is caused by defective migration of neural crust cells into the mesodermal congenital layer of gut. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയോ? ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ, അല്ലെങ്കിൽ ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോൺ. ഓക്കെ, ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോൺ ഇൻ ദ പോർഷൻ ഓഫ് മെഗാകോളൻ, അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റില് ഗാംഗ്ലിയോൺ സെൽസ് ആബ്സെന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കഞ്ചനൈറ്റൽ എഗാംഗ്ലിയോണിക് മെഗാകോളൻ എന്ന് നമുക്ക് വേണേ പറയാം, അല്ലെങ്കിൽ എഗാംഗ്ലിയോനോസിസ്, എഗാംഗ്ലിയോനോസിസ് എന്ന് പറയാം. അതായത് ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോൺ. അങ്ങനെ സിംപ്ലി നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ ഇത് ഒരു ഡെഫിനിഷൻ ആണ് അക്യുറേറ്റ് ആയിട്ട്. പക്ഷെ നിങ്ങൾ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് യു സ്റ്റഡി ദാറ്റ് ഗാംഗ്ലിയോണിസിസ്, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോണിക് സെൽ ഇൻ ദ പോർഷൻ ഓഫ് ഇൻഡസ്ട്രൈനൽ ട്രാക്ട്. ക്ലിയർ? സോ ദാറ്റ് മേ കോസ് ഒബ്സ്ട്രക്ഷൻ അല്ലെ, ഫങ്ഷണൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നു. അപ്പൊ അതിന് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ദർ ഇസ് മാസീവ് ഡയലറ്റേഷൻ ഓഫ് ദ പ്രോക്സിമൽ ഗാംഗ്ലിയോൺ, അല്ലെങ്കിൽ പ്രോക്സിമൽ കോളൻ ഡയലറ്റേഷൻ ഉണ്ടാവുന്നു. ആ ഡയലറ്റേഷൻ എന്ത് ചെയ്യുന്നു? ദാറ്റ് ലീഡ്സ് ടു മെഗാകോളൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കഞ്ചനൈറ്റൽ മെഗാകോളൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് മോസ്റ്റ് കോമൺ പാർട്ട്, ദാറ്റ് ഈസ് റെക്ടോസിഗ്മോയിഡ് കോളൻ. ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് അഫക്റ്റഡ് പാർട്ട്, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് പാർട്ട്, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ഗാംഗ്ലിയോണിക് മെഗാകോളൻ ഏത് പാർട്ടിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതാണ്? ദാറ്റ് ഈസ് റെക്ടോസിഗ്മോയിഡ് കോളൻ. ക്ലിയർ? അവിടെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട 1-2 ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ദാറ്റ് ഇസ് ഡിലൈഡ് പാസേജ് ഓഫ് മെക്കോണിയം.
അപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലെ, കുഞ്ഞ് ജനിച്ച് വിത്തിൻ 24 hours ഉള്ളിൽ മെക്കോണിയം പാസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളതൊരു കൺസേൺ ആണ് അല്ലെ. അപ്പൊ അവിടെ മെക്കോണിയം പാസ് ചെയ്യാൻ എന്തെങ്കിലും ഡിലേ ആണെങ്കിൽ there is bilious vomiting and abdominal distension. ക്ലിയർ. പിന്നെ വരാം ഇവിടെ എന്താണ് ഡയഗ്നോസിസിൽ നമ്മൾ പറയുന്നത് ഇനീഷ്യൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് പ്രൊസീജിയർ ഫോർ കൺജനൈറ്റൽ എഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് റെക്ടൽ മാനോമെട്രി ആണ്. ആൻഡ് ഡെഫിനിറ്റീവ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദാറ്റ് ഈസ് റെക്ടൽ ബയോപ്സി. ക്ലിയർ. പിന്നെ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്, സർജിക്കൽ റിസക്ഷൻ നമ്മളെ പ്രൊസീജിയേഴ്സ് ആണ്. സ്വെൻസൺസ് പ്രൊസീജിയേഴ്സ്, ഡുഹാംബൽ പ്രൊസീജിയേഴ്സ്, സോവേ പ്രൊസീജിയർ, ബോളി പ്രൊസീജിയർ. സോ ഓൾ ദീസ് പ്രൊസീജിയേഴ്സ് ആർ which is related to the congenital ganglionic syndrome. അപ്പൊ ആ ഒരു പ്രൊസീജിയേഴ്സിന്റെ പേരുകൾ അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് റൈറ്റ് ദ നെയിം. ഫോർ എക്സാമ്പിൾ കൺജനൈറ്റൽ ഗാംഗ്ലിയോണിക് സിൻഡ്രം എന്ന് എഴുതിയിട്ട് അതിനകത്ത് ഇമ്പോർട്ടന്റ് സൈൻസ് ഓർ സിൻഡ്രംസ് അതിൽ യു ക്യാൻ റൈറ്റ് ദീസ് സർജറിയുടെ പേരാവാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈൻസ് ആവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻഡുസസെപ്ഷൻ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഇൻഡുസസെപ്ഷൻ നിങ്ങൾ പഠിക്കുകയാണ്. ഇൻഡുസസെപ്ഷൻ പഠിക്കുകയാണെങ്കിൽ എന്താണ് ഇൻഡുസസെപ്ഷൻ? ടെലിസ്കോപ്പിംഗ് ഓഫ് കോളൻ നിങ്ങൾ അവിടെ എഴുതി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന സൈൻസ്. ഓക്കെ, അത് നിങ്ങൾക്ക് എഴുതാം. ഡാൻസ് സൈൻ എഴുതാം, അതുപോലെ തന്നെ പിറ്റ് ഫോക്ക് സൈൻസ് എഴുതാം. അപ്പൊ അങ്ങനെയുള്ള സൈനുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ മെൻഷൻ ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ എഴുതി പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അവിടെ 1-2 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, മെക്കോണിയം വിത്തിൻ 24 hours കുഞ്ഞ് പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് ദ സിഗ്നൽ ഓഫ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ. വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഇപ്പൊ ഒരു പ്രൈമറി ഒരു ഗ്രാവിഡ് മദർ ഒരു കുഞ്ഞ് ഡെലിവറി ആയി, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് എന്താണ് 24 hours കഴിഞ്ഞിട്ട് മെക്കോണിയം പാസ് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ ആ നഴ്സ് സസ്പെക്ട് ചെയ്യുന്ന പ്രോബ്ലം എന്തായിരിക്കും? സോ ദാറ്റ് ഇസ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ. ആ ഒരു രീതിയിൽ ചോദിക്കാം. അപ്പൊ ലോവർ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷന്റെ കോമൺ കോസസ് എന്നൊക്കെ പറയുന്നത് ഹിസ്പ്രിക് ഡിസീസ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഏനോറെക്ടൽ മാൽഫോർമേഷൻസ് ഉണ്ടെങ്കിൽ മെക്കോണിയം പ്ലെക്സ് സിൻഡ്രോം വരാം, അല്ലെങ്കിൽ സ്മോൾ ലെഫ്റ്റ് കോളൻ സിൻഡ്രോം, ഹൈപ്പോഗാംഗ്ലിയോണിസിസ്, ന്യൂറൽ ഇൻറ്റസ്റ്റൈനൽ ഡിസ്പ്ലേഷ്യ, മെഗാസിസ്റ്റ്, മാക്രോകോളൻ ഇൻറ്റസ്റ്റൈനൽ ഹൈപ്പോപെരിസ്റ്റാൾസിസ് സിൻഡ്രോം. ഇതൊക്കെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, പിന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന സ്റ്റഡീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. റെക്ടൽ മാനോമെട്രി, റെക്ടൽ ബയോപ്സി ഒക്കെയാണ് നമ്മൾ യൂഷ്വലി ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ. ക്ലിയർ? സോ ക്ലിയർ congenital megacolon. The next question. A human needs to get value and respect from others is called as a safety and security need, B esteem need, C stimulation need, D physiological need. ഏതാണ്? The human needs to get value and respect from others. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ ഇത് എന്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. സോ ദ ആൻസർ ഈസ് എസ്റ്റീം നീഡ്. അപ്പൊ ഈ നീഡ്സ്, നമ്മുടെ ബേസിക് നീഡ്സ് വരുന്നത് ദാറ്റ് ഇസ് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീഡ്സ് തിയറി, മാസ്ലോ ഹൈറാർക്കി എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു ഹൈറാർക്കി നീഡ്സ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ നമ്മുടെ കേരള PSC എക്സാംസ്, DHS, DME പ്രീവിയസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, പ്രീവിയസ് നോർസെറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്യൂട്ടേഴ്സ് എക്സാംസ് ആയിക്കോട്ടെ, അപ്പൊ അതിലൊക്കെ ഈ മാസ്ലോ ഹൈറാർക്കി റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നതാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ എപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് മാസ്ലോ ഹൈറാർക്കി. അപ്പൊ അവിടെ ഹൈറാർക്കി പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ടേബിൾ, അല്ലെങ്കിൽ ഈ ഒരു ഹൈറാർക്കിൽ ഒരു പിരമിഡ് വരച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് മാസ്ലോ ഹൈറാർക്കി. അപ്പൊ മാസ്ലോ ഹൈറാർക്കിനെ നമുക്ക് മാസ്ലോ ഹൈറാർക്കി തിയറി, അല്ലെങ്കിൽ മാസ്ലോ തിയറി എന്ന് പറയാം, മാസ്ലോ ഹൈറാർക്കി എന്ന് പറയാം, മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ക്യാൻ സിംപ്ലി കോൾ ഇറ്റ് ആസ് നീഡ്സ് തിയറി എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ മോട്ടിവേഷൻ, സ്റ്റഡിങ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്നതാണ് മോട്ടിവേഷൻ. തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ നീഡ്സ്, നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഓരോ ഓർഡറും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ലെവലിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ലെവൽസിനെയും ഫുൾഫില്ല് ചെയ്യാൻ, നമ്മുടെ നീഡ്സിനെ ഫുൾഫില്ല് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നീഡ് നമ്മൾ ഫുൾഫില്ല് ചെയ്യുന്നത് ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ആണ്. അപ്പൊ അങ്ങനെ ഓരോ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് ഫുൾഫില്ല് ചെയ്ത് പോയാലേ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ സ്റ്റേറ്റിൽ എത്താൻ പറ്റുള്ളൂ. ഹൗ ഇറ്റ്
എങ്ങനെ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ നീഡ്സ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇത്. അപ്പൊ ഇത് പ്രപ്പോസ്ഡ് ബൈ ആൻഡ് അബ്രഹാം മാസ്ലോ ഇൻ 1943 ഹു പ്രപ്പോസ്ഡ് ദിസ് പിരമിഡ് ഓഫ് മാസ്ലോ ഹൈറാർക്കി. അപ്പം so the main goal is to attain the highest position or the last need അല്ലെങ്കിൽ ആ നീഡ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുക എന്നുള്ളതാണ് ഈ ഒരു ഹൈറാർക്കി തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അവിടെ വരുന്നതാണ് നമുക്കറിയാം, ദിസ് ഇസ് ദ പിരമിഡ്, മാസ്ലോ പിരമിഡ് എന്ന് പറയും ഇതിന്. സോ ദാറ്റ് ഇസ് സെൽഫ്, സോ ദാറ്റ് ഇസ് നമ്മൾ 3 നീഡ്സ് ആണ്. സോ ദ മാസ്ലോ ഹൈറാർക്കിയിലെ നീഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു 3. സോ ബേസിക് നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ് ആൻഡ് സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്. അപ്പൊ നിങ്ങൾ ഈ പിരമിഡ് വരച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓർക്കാൻ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് നീഡ്? ഒരു മനുഷ്യന്റെ ബേസിക് നീഡിനെ എന്തായിട്ടാണ് പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ബേസിക് നീഡ് വിച്ച് കംപ്രൈസസ് ഓഫ് സേഫ്റ്റി നീഡ്, ഫിസിയോളജിക്കൽ നീഡ് അല്ലെ? നമുക്കിപ്പം ഒരാൾക്ക് എന്താണ് ഫുഡ്, വാട്ടർ, വാംത്ത്, റെസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഫിസിയോളജിക്കലി നമ്മുടെ നീറ്റ് മെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താ, ഇനി പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. അങ്ങനെയല്ല യൂഷ്വലി മനുഷ്യന്മാർ എങ്ങനെയല്ലേ ചിന്തിക്കുക? പിന്നെ നമുക്ക് ഒന്ന് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു സെക്യൂരിറ്റിയും സേഫ്റ്റി എൻഷുർ ചെയ്യുക. അപ്പൊ അതാണ് ഈ ഒരു ബേസിക് നീഡ്സിൽ വരുന്നത്. അപ്പം ഓർത്ത് വെക്കുക, ബേസിക് നീഡ്സിൽ വരുന്നത് എന്താണ്? നീഡ്സ് ഓഫ് സേഫ്റ്റി നീഡ്സ് ആൻഡ് ഫിസിയോളജിക്കൽ നീഡ്സ്. ക്ലിയർ? Second one, that is psychological need. Okay, second one, that is psychological need. So psychological need comprises of self-esteem need and belongingness and love need. Okay, അല്ലെങ്കിൽ love and belongingness need എന്ന് പറയും. അപ്പൊ അതിലാണ്. So after that we will try to എന്താണ് establish intimate relationship, ഫ്രണ്ട്സ്, കാര്യങ്ങള് അങ്ങനെയൊക്കെ വരുന്നു. അതിനുശേഷം എന്താണ്? പ്രസ്റ്റീജ്, ഫീലിംഗ്, അക്കംപ്ലീഷ്മെന്റ്, ആ ഒരു സെൽഫ് എസ്റ്റീമിലേക്ക് പോകുന്നു. Then finally, that is self-fulfillment need. Okay, self-fulfillment need. That is called self-actualization. അതായത് if we are achieving our full potential, നമ്മൾ നമ്മുടെ full potential അച്ചീവ് ചെയ്യുന്ന ആ ഒരു നീഡ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഹൈറാർക്കിയിലാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് നീഡ്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളാണ് ചോദിക്കുക. ഹയസ്റ്റ് നീഡ് ഏതാണ്? സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്, ദാറ്റ് ഇസ് സെൽഫ് ആക്ച്വലൈസേഷൻ. ആൻഡ് ലോവസ്റ്റ് നീഡ്, ദാറ്റ് ഇസ് ബേസിക് നീഡ് വിച്ച് കംപ്രൈസസ് ഓഫ് 2, ദാറ്റ് ഇസ് ഫിസിയോളജിക്കൽ നീഡ് ആൻഡ് സേഫ്റ്റി നീഡ്. ക്ലിയർ ആണല്ലോ മാസ്ലോ ഹൈറാർക്കി? Then the next question is, the volume of amniotic fluid term is A 100 to 200 ml, then B that is 300 to 500 ml, C that is 600 to 800 ml, D that is 50 to 100 ml. Next, the volume of amniotic fluid. Okay, amniotic fluid വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് amniotic fluid. ഏതാണ് അതിന്റെ അറ്റ് ടേം? amniotic fluid പഠിക്കുമ്പോൾ what is amniotic fluid? ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. പിന്നെ അതിന്റെ pH റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോർസെറ്റിന്റെ. pH ഓഫ് amniotic fluid, then കളർ വേരിയേഷൻസ്, നോർമൽ amniotic fluid, അതുപോലെ തന്നെ അതിന്റെ കണ്ടന്റ്. ഓക്കെ, വാട്ടർ, സോളിഡ് കണ്ടന്റ്, അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ്, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. സോ അതിലാണ് നമ്മൾ amniotic fluid ഇൻഡെക്സ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഡി. ഓക്കെ, ആ പോക്കറ്റ്സ് ഒക്കെ നമ്മൾ SDP ഒക്കെ നോക്കും. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ, വാട്ട് ഇസ് അതിന്റെ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ്, ഒലിഗോഹൈഡ്രാമിയോസിസ് അല്ലെങ്കിൽ പോളിഹൈഡ്രാമിയോസിസ്, പിന്നെ അതില് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന കണ്ടന്റ് കാര്യങ്ങൾ. അപ്പൊ അതില് അങ്ങനെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് റിഗാർഡിങ് amniotic fluids ഉണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന്. സോ ദ ആൻസർ ഈസ് 600 to 800 ml. Okay, 600 to 800 ml is the amniotic fluid volume at term. ടേമില് amniotic fluid എന്ന് പറയുന്നത് 600 to 800 ml ആണ്. ക്ലിയർ? ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്ക് നോക്കാം what is amniotic fluid. amniotic fluid ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താ? which give protection to the baby അല്ലെങ്കിൽ ഫീറ്റസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒന്നാണ് amniotic fluid എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ മിയാർഡ് ഓഫ് ഫങ്ഷൻസ്. ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതില് ഏറ്റവും അല്ലെങ്കിൽ ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് amniotic fluid എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഗീവ് പ്രൊട്ടക്ഷൻ ടു ദ ബേബി അല്ലെ? ഇപ്പൊ ഒരു ഫൈനസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ട്രോമ, ഇഫ് ദർ ഈസ് എനി ട്രോമ ഓർ ഇൻസൾട്ട് ടു ദ മെറ്റീരിയൽ അബ്ഡോമൻ,
പെട്ടെന്ന് ഒരാൾ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്ഡോമിൻ വരുമ്പോൾ ഒരു പരിധി വരെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. ആൻഡ് ഓൾസോ ദിസ് വിൽ പ്രൊവൈഡ് എ കുഷനിങ് ബിറ്റ്വീൻ ദ ഫീറ്റസ് ആൻഡ് അംബ്ലിക്കൽ കോഡ്. ഇപ്പം ഇത് നമ്മുടെ ഇപ്പൊ നമ്മുടെ ഫീറ്റസും നമ്മുടെ എന്താണ് അംബ്ലിക്കൽ കോഡിനും ഇടയിൽ ഫീറ്റസും അംബ്ലിക്കൽ കോഡിനും ഇടയിൽ ഒരു കുഷനിങ് എഫക്റ്റ് ആയിട്ട് അത് മാറുന്നു, അല്ലെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് എ കുഷനിങ് എഫക്ട് ദാറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് കംപ്രഷൻ. അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ എന്താണ് കുഞ്ഞിന് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നു, ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഡിക്രീസ് ചെയ്യുക എന്നൊരു അവസ്ഥ അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ എന്താണ് മറ്റൊരു ഫംഗ്ഷൻ ആണ് ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് ദ ഫീറ്റസ് ഫ്രം ഗെറ്റിംഗ് ഇൻഫെക്ഷസ് ഏജന്റ്. അപ്പം പല രീതിയിലുള്ള ഇൻഫെക്ഷസ് ഏജന്റും അമ്മയിൽ നിന്ന് കിട്ടാതെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഹാസ് an antimicrobial properties ഉണ്ട്. And it is a reservoir of fluid and nutrients. Amniotic fluid is also known as a reservoir of എന്താണ് fluids, nutrients, so which contain proteins, electrolytes, immunoglobulins, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, വൈറ്റമിൻസ്, ഇതൊക്കെ മദറിലേക്ക് കൊടുക്കുന്നല്ലേ. ഒരു റിസർവോയർ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നു. സോ ദീസ് പ്രോട്ടീൻസ്, ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ ഈ ന്യൂട്രിയൻസിനൊക്കെ മദറിൽ നിന്ന് കുഞ്ഞിലേക്ക് കൊടുക്കുന്നു. Then it provides the necessary fluid space for the normal growth and development. അപ്പൊ കുഞ്ഞിന്റെ നോർമലി ഉള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി അതിനൊരു അഡിക്വേറ്റ് ഫ്ലൂയിഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. സോ നമ്മൾ ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്ക്രീനിങ് ടൂൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ദ predict the fatality അല്ലെങ്കിൽ predict the fetal outcome. കുഞ്ഞിന്റെ അല്ലെങ്കിൽ അമ്മയുടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് അവരുടെ ആ ഒരു പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് മോണിറ്റർ ചെയ്യാൻ. അതുപോലെ തന്നെ ഹൗ വിൽ ബി ദ ഫീറ്റൽ ഔട്ട്കം, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അറൈസ് ചെയ്തിട്ടുണ്ടോ, സാധ്യതയുണ്ടോ, ബെറ്റർ ആണോ, ഓക്കെ ആണോ. അപ്പൊ ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പോർഷൻ റിഗാർഡിംഗ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ബാക്കി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. സോ എനിവേ, താങ്ക് യു ഓൾ.